അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من صلى علي واحدة صلى الله عليه عشرة. റവാഹു മുസ്ലിം. സ്നേഹമുള്ള ശ്രോതാക്കളെ, ഏവരെയും നേർമൊഴി ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനപ്പാഠമാക്കാൻ 100 ഹദീസുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് 36-ാമത് ഹദീസാണ് ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീൽ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന നബി വചനം, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, മൻ സ്വല്ല അലയ്യ വാഹിദ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അഷ്റ, അള്ളാഹു അയാൾക്ക് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. അഥവാ അള്ളാഹു ആ വ്യക്തിക്ക് വേണ്ടി 10 ഗുണങ്ങൾ നൽകുന്നതാണ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തെക്കാളും മാതാപിതാക്കളെക്കാളും ലോകത്ത് സർവ്വരെക്കാളും സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും സ്നേഹിക്കേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. ലോകത്ത് മറ്റാരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാകുന്നത്. അവിടുത്തെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, ജീവിതത്തിൽ എല്ലാ നിലക്കും നമുക്ക് മാതൃക കാണിച്ചു തന്നത് എൻ്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ പിന്തുടരലും എൻ്റെ മതപരമായ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൊണ്ടുവന്നോ, എന്ത് പഠിപ്പിച്ചുവോ അത് സ്വീകരിക്കലും, എന്ത് വിരോധിച്ചുവോ അതിൽ നിന്ന് മാറി നിൽക്കലും ലോകത്തോരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ്. നമ്മളിത് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം കൃത്യമാകുന്നതും. അവഗണിച്ചാൽ, നിർദ്ദേശങ്ങളെ തട്ടിയാൽ ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് പോലും നമ്മൾ അകറ്റപ്പെട്ടു പോകും എന്ന് ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയുമേറെ നാം സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിയുന്നതും സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ. എന്തുകൊണ്ട്? ഒരു സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലിയാൽ, അഥവാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ 10 ഗുണങ്ങൾ അള്ളാഹു ആ വ്യക്തിക്ക് വേണ്ടി നൽകുകയാണ്. ഖുർആനിക നിർദ്ദേശമാണ്. സത്യവിശ്വാസികളെ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ ആ ഗുണത്തിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ, നിങ്ങൾ റസൂൽ കരീം സ്വല്ലല്ലാഹു പേരിൽ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണം. ചൊല്ലിക്കഴിയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലഉൽ അഅലയിൽ വെച്ച് നിങ്ങളെ ആ റബ്ബ് പുകഴ്ത്തുന്നതാണ് എന്ന് നാം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ ഇബാദത്താണ്, അവൻ്റെ ആരാധനയുടെ ഭാഗമാണ് അവൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ജോലിക്കിടയിലുമൊക്കെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നമ്മൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു, അവിടുന്ന് വിശ്വസിക്കുന്നു, പിൻപറ്റുന്നു. അതിൻ്റെ ഒക്കെ ഭാഗമായി കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സ്വലാത്ത് അധികരിപ്പിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ചില പ്രത്യേകമായ സമയങ്ങളെപ്പോലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ നാം സ്വലാത്ത് ചൊല്ലുന്നത്, ഓരോ മുസ്ലിമും നമസ്കരിക്കുന്ന സമയത്ത് അവൻ അത്തഹിയ്യാത്തിന് ഇരിക്കുകയാണെങ്കിൽ ആ തശഹുദിൽ സ്വലാത്ത് അല്ലാതെ അവൻ തിരിച്ചു വരുന്നില്ല. ഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സ്വലാത്തിൻ്റെ അഥവാ ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ ഒരു രൂപമാണിത്. 7ഓളം രൂപങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്.
ആ നിലക്ക് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന ഏതെങ്കിലും ഒരു രൂപത്തിൽ നാം സ്വലാത്തുകൾ പ്രത്യേകമായിട്ട് അതിനൊക്കെ ചെല്ലേണ്ടതുമുണ്ട്. അങ്ങനെ തശഹൂദിൽ നാം സ്വലാത്ത് ചെല്ലുന്നു. അതേപോലെ തന്നെ ബാങ്കിന് ശേഷം സ്വലാത്ത് ചെല്ലാൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, നിങ്ങൾ മുഅദ്ദിനെ കേൾക്കുകയാണ്, അഥവാ ബാങ്കിനെ നിങ്ങൾ കേൾക്കുകയാണ്. ആ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ഓരോന്നിനും ഉത്തരം നൽകേണ്ടതുണ്ട്. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നും പറയേണ്ടതുണ്ട്. എന്നിട്ട് ബാങ്കൊക്കെ കഴിഞ്ഞാൽ സുമ്മ സ്വല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്. ഫഇന്നഹു മൻ സ്വല്ല അലയ്യ വാഹിദ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശറ, അള്ളാഹു 10 ഗുണങ്ങളാണ് ആ വ്യക്തിക്ക് നൽകുന്നത്. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ തേടണം, അഥവാ അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ എന്ന പ്രാർത്ഥന ചൊല്ലാനും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബാങ്കിന് ഉത്തരം കൊടുത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ ആ വ്യക്തി ഹല്ലത്ത് ലഹു ശഫാഅത്ത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് കിട്ടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ പ്രാർത്ഥനാ വേളകളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ആരംഭിക്കേണ്ടത് അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവെ പുകഴ്ത്തിയിട്ടും തസ്ബീഹുകളും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നാമങ്ങളെയൊക്കെ മുൻനിർത്തുകയും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിയുടെ പേരിൽ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കണം, ഇഷ്ടമുള്ളതൊക്കെ റബ്ബിനോട് ചോദിക്കുക. അതേപോലെ തന്നെ ജനാസ നിസ്കരിക്കുന്ന സമയത്തും രണ്ടാമത്തെ തക്ബീറിൽ, ഒന്നാമത്തെ തക്ബീറിൽ സൂറത്തുൽ ഫാത്തിഹയാണെങ്കിൽ രണ്ടാമത്തെ തക്ബീറിൽ സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. അതേപോലെ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഒരു സദസ്സിൽ എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ, സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി മദീനത്തെ മിമ്പറിൽ നിന്ന് ബഅദു മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഖുൽതു ആമീൻ, ഒരു വേള ആമീൻ പറയുന്നു. എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്ന് പറഞ്ഞതാണ്, റസൂലേ ബഅദു മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഖുൽതു ആമീൻ, ഒരു വിശ്വാസിക്ക് റമളാൻ വന്നു കഴിഞ്ഞിട്ട് ആ റമളാനിൽ പാപങ്ങൾ പൊറുക്കാതെയാണ് റമളാൻ കഴിയുന്നതെങ്കിൽ അവന് നശിക്കട്ടെ എന്ന് ഒന്നാമത് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ബഅദു മൻ ദുക്കിർത ഫലം യുസല്ലി അലൈഹി, ഒരു സദസ്സിൽ താങ്കളുടെ പേര് കേട്ടിട്ട് താങ്കളുടെ പേര് കേൾക്കുന്ന സമയത്ത് സ്വലാത്തി അല്ലാത്തവന് നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ, അപ്പോഴും ഞാൻ നാദാ ഈ ദുആ നീ സ്വീകരിക്കണേ എന്ന് ആമീൻ പറഞ്ഞു. മൂന്നാമത് പ്രായമുള്ള മാതാപിതാക്കൾ ഒരു വീട്ടിലുണ്ടായിട്ട് അവർ കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ ഒരാൾക്ക് കഴിയുന്നില്ല, അവരും നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ആമീൻ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് അല്ലാത്തവൻ, പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് അല്ലാത്തവൻ അവർ റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആമീൻ പറഞ്ഞു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്. ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുന്നു, അവിടെ പല ചർച്ചകളും നടക്കുന്നു, അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ടില്ല. ആ നിലക്കാണ് അത് ആരംഭിച്ചത്, അങ്ങനെ തന്നെയാണ് തുടർന്നത്, തന്നെയാണ് അത് അവസാനിച്ചത്. അതൊരു പക്ഷേ നാശമായിരിക്കും. ഒരുപക്ഷെ അള്ളാഹു അവരെ ശിക്ഷിക്കും, ഒരുപക്ഷെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. തിറത്തുണ്ടാകും. എന്താണ് തിറ? ഒരു ഖിയാമത്ത് നാളിലെ ഖേദമാണ് എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറയുന്നു. വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എനിക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കണേ എന്ന് പ്രത്യേകമായി പറയുന്നു. എനിക്ക് ആ സ്വലാത്തുകളൊക്കെ എത്തിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഓരോ നിലക്കും സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്വലാത്ത് അധികരിപ്പിക്കാനും ആ റസൂലുള്ളാഹിയെ സ്വലാത്ത് ചെല്ലുന്നതോടൊപ്പം തന്നെ ജീവനേക്കാൾ സ്നേഹിക്കാനും ആദർശം പിൻപറ്റാനും അവിടുന്ന് ഒഴിവാക്കിയതിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.